ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പികളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതിവിടെ വരാറുള്ള പൂച്ച കേട്ടോ. അപ്പോൾ അതിൻ്റെ കുട്ടിയും കൂടെ ഉണ്ട്. ഇപ്പോൾ രാവിലെ പൂരി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കടുകും പെരിഞ്ജീരകവും കരിഞ്ജീരകവും അത് 2 ജീരകങ്ങളാണ് ഇടുന്നത്. പിന്നെ ഒരു നുള്ള് ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ 2 സവാള പൊടിയായി അരിഞ്ഞിട്ട് അത് ചേർത്ത് വഴറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി മുമ്പ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇതും കൂടെ കണ്ട് പഠിച്ചു കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിന് ഞാൻ പച്ചമുളകാണ് ചേർത്തത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചിട്ട് ഇടാം. ഞാൻ അത് പേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റുക. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തു കേട്ടോ. സവാള 2 എടുത്തത്. 3 ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് അത് അതിലിടാം. താളിക്കുമ്പോൾ പച്ചമുളക് ഇടാത്തവർ ഉണക്കമുളക് വേണമെങ്കിലും ഇടാം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ പരിപ്പൊക്കെ ഇടാറുണ്ട്. ഇതിലതൊന്നും ഇടുന്നില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 3 4 വിസിലായാലും കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങ് നല്ല വെന്താൽ മതി. പൂരിക്കുള്ള മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടാട്ടോ ഇത് ചെയ്തത്. ഇപ്പോൾ ഏകദേശം സമയം 6:25 ആവാറായി. രാവിലെയാണ് കേട്ടോ. വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ പുറത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇത് ഇപ്പോൾ കിച്ചണിൽ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല. നല്ല മഞ്ഞുണ്ട് കേട്ടോ. രാവിലെ ഇത്ര നേരമായിട്ട് മഞ്ഞ് കുറഞ്ഞിട്ടില്ല. ഡിസംബർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മുറ്റത്തെ ഈ ഒരു സൈക്കസ് ചെടിയിൽ എന്നും സ്ഥിരമായിട്ട് കിളികൾ കൂട് വെച്ച് പോകാറുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു കൂടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കുക്കർ 3-4 വിസിലൊക്കെ അടിച്ച് ഞാനത് ഓഫാക്കി ഇട്ടിരുന്നു. എൻ്റെ ആവി പോയ ശേഷം തുറന്ന് നമുക്ക് ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് തന്നെ ഉണ്ട്. ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. പിന്നെ മാവ് നേരത്തെ കുഴച്ച് വെച്ചിരുന്നു. പിന്നെ നല്ല പൊള്ളച്ച് വരുന്ന പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയിൽ ഒരു 1/4 കപ്പോളം 1/4 കപ്പിനേക്കാൾ കുറച്ച് കുറവ് റവയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കുറച്ച് ഓയിലും വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചതാണ്. അത് നമുക്കത് പരത്തിയിട്ട് പൊരിച്ചെടുക്കാം. അത് ആദ്യമൊക്കെ ഞാൻ പൂരി ഇങ്ങനെ പരത്തി വെക്കുമായിരുന്നു പേപ്പറിലൊക്കെ. ഇപ്പോൾ എളുപ്പപ്പണി ഇങ്ങനെ പ്രസ്സിൽ അമർത്തിയിട്ട് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല പരത്തണ പോലെ. അങ്ങനെ പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ എല്ലാ പൂരിയും ഇതേപോലെ ഒന്ന് പൊരിച്ച് മാറ്റിയേക്കട്ടെ. പുറത്ത് കിളികളുടെ ഭയങ്കര സൗണ്ട് കേട്ടിട്ട് ഞാൻ പോയി നോക്കിയത് എല്ലാ കിളികളും കൂടെ ഒന്നിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ അവർ പാമ്പിനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാലും അങ്ങനെ കരയുക. അതല്ലെങ്കിൽ ചിലപ്പോൾ പൂച്ചനെ കണ്ടാലും കരയും. കൂട്ടത്തോടെ കരച്ചിൽ കേട്ടപ്പോൾ ഒന്ന് പുറത്തിറങ്ങി വന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെയും അടുക്കളയിൽ തന്നെ വന്നിട്ടുണ്ട്. ഉച്ചക്കലേക്കുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കറിയാണ്. അതായത് ഉണക്ക മാങ്ങയല്ലേ, മാങ്ങ ഉണക്കി വെച്ചതും കൊണ്ട് കറി ഉണ്ടാക്കുക കേട്ടോ. കുമ്പളങ്ങയും ഉണക്ക മാങ്ങയും കൂടെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ കുറച്ച് കുമ്പളങ്ങയും പച്ചമുളകും ഉണക്ക മാങ്ങയും ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. കഴിഞ്ഞ വേനലിൽ ഞാൻ മാങ്ങ ഉണക്കി വെച്ചതാണിത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചിരുന്നു ആ വീഡിയോ ഒക്കെ. അപ്പോൾ അതൊക്കെ ഉപകാരത്തിൽ പെട്ടില്ലേ. മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് തന്നെ കറി വെക്കാം. ഇപ്പോൾ മാങ്ങ കിട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് വേകുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ അരച്ചെടുക്കണം. കുറച്ച് ഉള്ളിയും ചെറിയ ജീരകം കൂടെ ഇട്ടിട്ട് തേങ്ങ നന്നായി അരച്ചെടുക്കുക. അപ്പോൾ കഷ്ണം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കുറേ നേരം ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ കറി കാണാനും കഴിക്കാനും ഒക്കെ ഒരു മോര് കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷേ മോരില്ലെങ്കിലും നമുക്കിങ്ങനെ ഉണക്കമാങ്ങ ഇട്ടിട്ട് വെക്കാം. എന്നിട്ട് തിളച്ച ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ ഒരു നുള്ളു ഉലുവയും കടുകും ഉണക്കമുളകും കറിവേപ്പിലയിട്ട് താളിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉണക്കമുളകിൻ ചില്ലി ഫ്ലേക്സാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ വീഡിയോ റെക്കോർഡായിട്ടില്ല. അതിട്ടിട്ട് താളിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഉണക്കമാങ്ങയും കുമ്പളങ്ങ കറി. ഈ കറി മോര് കറി പോലെ തന്നെ പെട്ടെന്ന് കേടുവരാത്തൊരു കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കൊത്തമരയാണ് എടുത്തിട്ടുള്ളത്. കൊത്തമര എന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുക കേട്ടോ. അത് നന്നായി കഴുകിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ചെറിയ തീയിൽ വേവിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും.
പിന്നെ അതിലേക്ക് ഒരു അരപ്പ് വേണം. കുറച്ച് തേങ്ങ എടുത്താൽ മതി, ഒരു പിടി തേങ്ങ. അതിലേക്ക് ഒരു 2 ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. അതേപോലെ ഈ തോരന് എരിവിന് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, അതാണ് 2 ഇട്ടിട്ടുള്ളൂ. അത് നന്നായി ചതച്ചെടുക്കുക, അല്ലാതെ അരക്കണ്ട, ചതച്ചാൽ മതി. ഇപ്പോൾ ആ കൊത്തമര വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടുക. തേങ്ങ ഒന്ന് ആവി കയറിയാൽ മതി. അതിന് ശേഷം കടുകും കറിവേപ്പിലയിട്ട് താളിക്കുക. എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് 2 ഉണക്കമുളകും കൂടെ അതിൻ്റെ കൂടെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണക്കമുളക് ഇട്ടിട്ടില്ല, കടുകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ടാണ് താളിച്ച് വെച്ചത്. അപ്പോൾ ഇവിടെ കൊത്തമര ഉപ്പേരിയും റെഡിയായി. പിന്നെ ഇനി ഒരു ഫ്രൈയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഉപ്പും, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ടിട്ട് നന്നായി കുഴച്ച് വെച്ചു കേട്ടോ. ഒരു അരമണിക്കൂറോളം കുഴച്ച് വെച്ചു. ഇത് ചിക്കൻ്റെ വിങ്സാണ്, വിങ്സ് മാത്രമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വിങ്സ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വിങ്സ് മാത്രമായിട്ട് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. തീരെ വെള്ളം ഇല്ലെങ്കിൽ 1 ടീസ്പൂണോ 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, കണ്ടില്ല? ആ വെള്ളത്തിൽ തന്നെ വേവണം. നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, എണ്ണയൊന്നും അധികം ഇല്ലാത്ത ഒരു ഫ്രൈ ആണിത് കേട്ടോ. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് ആ വെള്ളത്തിൽ വെന്തിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതേപോലെ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടെ വെക്കുക. വെള്ളമൊക്കെ വറ്റണ വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഞാൻ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പം ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനി വെച്ചാൽ കരിയേണ്ട ഒരു സ്റ്റേജൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, കരിഞ്ഞിട്ടില്ല. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നന്നായി ഡ്രൈ ആയി. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. അതെല്ലാ ചിക്കനിലും ആവണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ പീസിലും ആ ഒരു വെളിച്ചെണ്ണേൻ്റെയും കൂടെ ഒരു മണവും ആ രുചിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അതിന് കറിവേപ്പിലേൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും ഫ്ലേവറൊക്കെ ചിക്കനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അടച്ച് വെക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ, അധികം എണ്ണയൊന്നും ഇല്ലാത്ത ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണിത്. എൻ്റെ ഉച്ചവരയ്ക്കുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പറമ്പിൽ ഒരു ചേന പറിക്കാതെ ഞങ്ങൾ കുറേ നാളെ വിചാരിക്കണോ അത് പറിക്കണം എന്നൊക്കെ. ചെറിയൊരു കഷ്ണം ചേനൻ്റെ ചെറിയൊരു പീസ് ഇങ്ങനെ വെച്ചതായിരുന്നു, കഴിഞ്ഞ വർഷമാണ് തോന്നണു. അതിപ്പോൾ നല്ലൊരു വലിയൊരു ചേനൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ചേനയും ഒരു കുഞ്ഞ് ചേനൻ്റെ കുട്ടിയും കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നെ സഹായിക്കാൻ വരുന്ന ആൾ അതൊക്കെ പറിച്ച് ഒന്ന് കഴുകിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പിക്കുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും എനിക്കായി കേട്ടോ. അപ്പോൾ ഇപ്പം വൈകുന്നേരം 5 മണിയായി. ഇനി ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.